ഇന്ന് നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഈ ഉഴുന്നുവട തയ്യാറാക്കുന്നതിന് ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യം നമുക്ക് കുതിർത്ത ഉഴുന്ന് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ കട്ടിക്ക് നല്ല ആട്ടിയെടുക്കണം. ഇതുപോലെ അത് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം പോലും വെള്ളം ഒഴിക്കാതെ കുറച്ച് വീതം ഇട്ട് നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരയ്ക്കണം. എന്നിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല മൊരുമൊരുത്ത വട കിട്ടണമെങ്കിൽ ഇതിനെ നമുക്ക് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പതച്ച് കൊടുക്കണം. വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂണോ കയ്യോ വെച്ച്. ഇതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. ഇത് നല്ല രീതിയിലൊന്ന് പതയ്ക്കണം. കാരണം നല്ലതുപോലെ നമുക്കിത് പതച്ചിട്ട് അതുപോലെ ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല മൊരുമൊരുത്ത തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഉഴുന്നുവട തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. ഈ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇതുപോലെ വിസ്ക് വെച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് പതച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഉഴുന്നുവടയ്ക്ക് വേണ്ടി ഉഴുന്ന് അരച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കിയാൽ നല്ല മൊരിഞ്ഞ വട കിട്ടില്ല. അപ്പം നമുക്കിതൊരു അരമണിക്കൂർ ഉഴുന്നുവട തയ്യാറാക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ ഇതുപോലെ ഉഴുന്നരച്ചിട്ട് നമുക്ക് നല്ലതുപോലെ പതപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില അതുകൂടി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്തൊന്നും വെക്കേണ്ട. പിന്നെ നമുക്ക് വട തയ്യാറാക്കാം. അപ്പോൾ നല്ലതുപോലെ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണ ചൂടാക്കി നമുക്കിതിന് ഉഴുന്നുവട തയ്യാറാക്കാം. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഈ രീതിയിൽ നിങ്ങൾ ഉഴുന്നുവട തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരുമൊഴുത്ത ഉഴുന്നുവട തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്കിനി ഉഴുന്നുവട തയ്യാറാക്കണം. ഉഴുന്നുവടയ്ക്ക് നമുക്ക് ഷേപ്പൊക്കെ കിട്ടാൻ ഇത്തിരി പാടാണ്. കറക്റ്റ് ആ ഷേപ്പ് കിട്ടാൻ നമുക്കൊരു ഇല എടുക്കണം. ഒന്നിൽ പ്ലാവിലയോ, ഞാൻ ഇവിടെ പ്ലാവിലയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വാഴയില ആയാലും മതി. ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ കൈയും ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണം. ഈ ഇലയും വെള്ളത്തിൽ മുക്കിയെടുക്കണം. അങ്ങനെ ആകുമ്പോൾ കയ്യിലൊട്ടില്ല. എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഒരു ഉരുള മാവെടുത്ത് ഇതുപോലെ ഈ ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നടുക്കൊരു ചെറിയ ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. കറക്റ്റ് ഷേപ്പ് കിട്ടില്ലെങ്കിലും നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ വാഴയിലയാണെങ്കിൽ വാഴയില എടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയി. ആദ്യം ഉഴുന്നുവട എണ്ണയിലിട്ട വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയി. ഇനി ഇത് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് ഇട്ട് കൊടുക്കേണ്ട. ഒരെണ്ണം ഇട്ട് അല്പനേരം കഴിഞ്ഞിട്ട് അടുത്തത് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടും. ഉഴുന്നുവട തയ്യാറാക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാൻ ശ്രദ്ധിക്കണം. കാരണം തീ കുറച്ച് വെച്ചിരുന്നാലേ നമ്മുടെ പുറം ഭാഗം നല്ല മൊരിഞ്ഞും ഉള്ളിൽ അത് വെന്ത് കറക്റ്റ് പരുവത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ തീ കൂട്ടി വയ്ക്കാതെ ഇതുപോലെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും മൊരിച്ചെടുക്കണം. ഇതുപോലെ ഓരോന്ന് വീതം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് 2 സൈഡും നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഉഴുന്നുവട നമുക്ക് മൊരിച്ചെടുക്കണം. വളരെ രുചികരമായിട്ടുള്ള ഈ ഉഴുന്നുവട ഈ രീതിയിൽ നിങ്ങൾ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഉഴുന്നുവട നല്ല മൊരിച്ചെടുക്കണം. ആ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറായി വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരുത്ത ഉഴുന്നുവട നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഉഴുന്നുവട വീട്ടിലും തയ്യാറാക്കാം.